7 ലക്ഷം രൂപ വരെ വണ്ടിക്ക് ലോൺ കിട്ടുന്നുണ്ടോ? ചോദിക്കുന്ന റേറ്റ് 6.30. ഓക്കെ, മനസ്സിലാവുന്നുണ്ടായിരുന്നു. നല്ല വണ്ടി അല്ല, മൊത്തത്തിൽ എന്തൊരു ആനച്ചന്ത ഉണ്ട് വണ്ടി. ആനച്ചന്ത ചെയ്താണ് ആണല്ലേ. ഇന്ത്യയിൽ അത്യാവശ്യം വൃത്തി കാണുന്നുണ്ട്. എല്ലാ ഭാഗം വൃത്തിയാണ്. എന്തായാലും 360 ലോൺ ചെയ്യണം. ഓക്കെ, നേരെ എടുക്കുന്ന നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? വണ്ടി സൂപ്പർ വണ്ടിയാണ്. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഓക്കെ, 4,70,000 470 ചോദിക്കുന്ന റേറ്റ്. ഫുൾ ലോൺ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഓക്കെ, റീപ്ലേസ് എന്തെങ്കിലും പറയത്തക്ക രീതിയിലുണ്ടോ? ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, ഫുൾ ക്ലിയർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തന്നെയാണ്, പക്ക. ലോ ബഡ്ജറ്റ് പോളോ ആണ്. പെട്രോൾ ആണോ ഡീസൽ ആണോ? നമസ്കാരം, ഞാൻ അഭി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ പുത്തനത്താണി തിരൂർ റോഡിലായിട്ടുള്ള സൺ യൂസ്ഡ് കാർസിലാണ്. മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 90-ന്റെ അടുത്ത് വണ്ടികളുണ്ട്. 3-4 എപ്പിസോഡായിട്ടായിരിക്കും ഓരോ വണ്ടികൾ കാണിക്കുന്നുണ്ടാവും. അപ്പം ഓരോ വണ്ടികൾ പരിചയപ്പെട്ട് തുടങ്ങാം. സോ മൂവിംഗ് ടു ദ വീഡിയോ. 2009 മോഡല്, പഴയ 1.1 ലിറ്റർ വാഗണർ അല്ലേ? ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. 2009 അതിനെ കൊണ്ട് 2024 വരെ ആയിരിക്കും പേപ്പർ ഉണ്ടാവും. അല്ലേ? പുതിയ നമുക്ക് പേപ്പർ എടുത്ത് കൊടുക്കാം. പുതിയ റിന്യൂവൽ നിങ്ങൾ കൊടുക്കും അല്ലേ? എല്ലാം ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും. അല്ല, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് വരുന്നില്ല. LXI ആണ്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി. 90,000 കിലോമീറ്റർ ഓടിക്കണേ. ഓക്കെ, സർവീസും കാര്യങ്ങളും. റീപ്ലേസ് എന്തെങ്കിലും കാര്യമായിട്ട് എത്ര റേറ്റ് എത്ര ചോദിക്കുന്നത്? 2009 വാഗണർ പുതിയ റിന്യൂവലിൽ 29 പുതിയ പേപ്പറിലാണെങ്കിൽ 1.5 ലക്ഷം രൂപയ്ക്ക് പുതിയ പേപ്പർ നിങ്ങൾ എടുത്തു കൊടുക്കും. അല്ലെങ്കിൽ അതിന്റെ പൈസ നമുക്ക് കുറച്ച് 40 റേഞ്ചിൽ തന്നെ കൊടുക്കാം. ശരി, അടുത്തത് ഇത് 2010-11 രജിസ്റ്റർ ഉള്ള വണ്ടിയാണ്. ഓക്കെ, മാരുതിയുടെ വാഗണർ ആണല്ലേ? ഫ്രണ്ട് ഗ്ലാസ് ബോണറ്റൊക്കെ മാറിയാണ്. ഇത് നമ്മൾ ആവശ്യപ്പെടുന്നത് 1.85. 2011 രജിസ്റ്റർ ഉള്ള വണ്ടി. 10-11 കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ ഓടിക്കണ 75,000 കിലോമീറ്റർ. മെയിൻ ഗ്ലാസ്, ബോണറ്റ് റീപ്ലേസ്, വേറെ പാനൽ, റേഡിയേറ്റർ, ചേസിൽ എന്തെങ്കിലും ഉണ്ടോ? നമ്മളെ കണ്ടില്ല. ഉണ്ടോന്ന് ഇപ്പൊ പറയാൻ കമ്പനി ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് എന്താണെന്നുള്ള അറിയാമല്ലേ? ഹിസ്റ്ററി ഉണ്ടോന്ന് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റൂല. ഓക്കെ, പഴയ വണ്ടിയാണല്ലോ. 10-11 വണ്ടിയല്ലേ? മെക്കാനിക് ഫുള്ളാണ്. അതിപ്പോ നമുക്ക് നോക്കാനുള്ളത് ക്ലിയർ ആണ്. റണ്ണിങ്ങിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, അങ്ങനെ കാര്യമായിട്ട് പ്രശ്നമാണ്. ഓക്കെ, റേറ്റ് എത്ര ചോദിക്കുന്നത്? 2010-11 വാഗണർ 1.85, 1.80 ഇട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പം ലോണൊക്കെ എത്ര പറയാൻ പറ്റുന്നുണ്ടോ? ലോൺ നമുക്ക് 1 രൂപ വരെ ചെയ്യാം. ശരി, ലോ ബഡ്ജറ്റ് പോളോ ആണ്. പെട്രോൾ ആണോ ഡീസൽ ആണോ? ഡീസലാണ്. ഡീസൽ ലോ ബഡ്ജറ്റ് പോളോ എങ്ങനെയാ കാര്യങ്ങള്? ഇതാണെങ്കിൽ 2011 മോഡലാണ് വണ്ടി. കംഫർട്ട് ലൈൻ ആണ് വണ്ടി വരുന്നത്. ഇത് കളർ ചെയ്താട്ടോ, റെഡ് കളർ അടിച്ചതാണ്. റെഡ് പോളോ മാറ്റിയിട്ട് ഈ കളർ ആക്കിയതാ? അതെ. ഓക്കെ, KL56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ ആണ്. കംഫർട്ട് ലൈൻ എന്നുള്ളത് മിഡിൽ ഓപ്ഷൻ ആണ്. ഡീസലിൽ വരുന്നുണ്ടാവുക. ഡ്യുവൽ എയർ ബാഗ് ഇല്ല. 11 എയർ ബാഗ് വന്നിട്ടില്ല. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവുക. പോളോ 2011. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 1 സംതിങ് ഓടിക്കണം. ഓക്കെ, ഇതാണ് ആവശ്യപ്പെടുന്നത് 2.10. 2.10 2011. 2011 പോളോ ഡീസൽ, കംഫർട്ട് ലൈൻ, ലോ ബഡ്ജറ്റിൽ. ഇൻഷുറൻസിലും RC-ലൊക്കെ ഈ കളർ മാറ്റിയതല്ലേ? RC-ൽ മാറ്റാണ്ട് മാറ്റി കൊടുക്കാൻ പറ്റും. എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ലോൺ എന്തായാലും ചെയ്യാനൊരു 1.5 അറേഞ്ച് ചെയ്യാം. 1.5 റേഞ്ചിൽ ലോൺ കിട്ടുന്നുണ്ടോ? ഇയോണിന് മാഗ്ന പ്ലസ് ആണ്. ഇനി മാറൂ? ഇല്ല, മാഗ്ന പ്ലസ് അല്ല, മാഗ്ന പ്ലസ്, സോറി, മാഗ്ന പ്ലസ് ഇയോണ്. ആഫ്റ്റർ മാർക്കറ്റ് കിടിലം പോലത്തെ എല്ലാം ചെയ്തിട്ടുണ്ട്. കളർ അടിച്ചതാണ്. ബ്ലാക്ക് റീപെയിന്റ് നല്ലപോലെ സൈഡ് നോക്കുന്നേരം തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. നല്ല വണ്ടി. 14 അല്ല, മൊത്തത്തിൽ എന്തൊരു ആനച്ചന്ത ഉണ്ട് വണ്ടി. ആനച്ചന്ത ചെയ്താണ്. ആണല്ലേ? വൈറ്റിനെ ബ്ലാക്ക് ആക്കിയാണ്. നമ്മളെപ്പോഴും ബ്ലാക്കിനോടല്ല താല്പര്യം. അത്രേ ഉള്ളൂ. മാഗ്ന പ്ലസ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ട്. ഗിയർ നോബ് മാറ്റിയിട്ടുണ്ട്. വേരിനാണ് 800 cc ആണ്. 1000 cc ആണ്. 1000 cc മോഡൽ 2012 പറഞ്ഞ 15 രജിസ്റ്റർ ഉള്ള വണ്ടി. അലേവില് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിരിക്കണ്. നല്ല വണ്ടി, നല്ല മെക്കാനിക് ഒക്കെ ഫുൾ ആണ്. ഓക്കെ, എത്ര റേറ്റ് എത്ര 14-15 ആവശ്യപ്പെടുന്നത് 2.20. 2.20 ആണ്. പക്ഷെ അതിനുള്ള മോഡിഫിക്കേഷൻ വണ്ടിന്റെ മുകളിൽ തന്നെ കാണുന്നുണ്ട്. അതിനാണ് വിലയും. കിലോമീറ്റർ ഒരുപാട് ഓടിയുണ്ടോ? കിലോമീറ്റർ 70,000 ഓടിക്കും. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ, സെക്കൻഡ്? ഫസ്റ്റ് ഓണർ, സിംഗിൾ ഓണർഷിപ്പ്. അടുത്ത ഇയോണാണ് 2012-14 മോഡല്. മാഗ്ന പ്ലസ് ആണ് വണ്ടി. നല്ല വണ്ടിയാണ്, ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഓടിക്കുന്നു? സോറി, ഫസ്റ്റ് അല്ല, സെക്കൻഡ് ആണ്. കിലോമീറ്റർ ഓടിക്കുന്നത് 1 ഉള്ളിലാണ് ഓടിക്കണേ. ഓക്കെ, ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന 1.85. 1.85 2014 മോഡല്.
മാഗ്ന പ്ലസ്. കാര്യമായിട്ട് റീപ്ലേസ് എന്തെങ്കിലും പ്രത്യേക രീതിയിലുണ്ടോ? മേജറായിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. 1.25 മുകളിൽ എന്തായാലും 2 ലക്ഷം ആ റേഞ്ചിൽ ലോൺ കിട്ടില്ല? 1.25 മുതൽ 2 ലക്ഷം റേഞ്ചിൽ. 1.25 വരെ നമുക്ക് ലോൺ ചെയ്യാം. ഓക്കെ. അടുത്തത് 2013 Altonor ആണ്. LXI ആണോ VXI ആണോ? LXI ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഇതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. 1.95 1.90 ഫൈനൽ. ഓക്കെ. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. 2013 Altonor അല്ലേ? കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ ഓടിക്കുന്നത് 60,000. 60,000 റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണോ സെക്കൻഡ് ഓണർഷിപ്പ് ആണോ? ഫസ്റ്റ് ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. റീപ്ലേസ് ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി. ഓക്കെ. ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ട്? 1.5 മുകളിൽ കിട്ടുമോ? 1.5 അടുത്ത് നമ്മൾ ചെയ്തോ. ഓക്കെ. അടുത്തത് 2017 മോഡലാണ് Altonor. ഇതാണെങ്കിൽ 2.40 കൊടുക്കാൻ പറ്റും. 2.40 അടുത്ത് ലോൺ ചേഞ്ച് ചെയ്യാം. ബാങ്ക് ലോൺ. 2017 മോഡൽ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് മാറി. ഓക്കെ. വില നീ കുറയോ? എല്ലാം ചെറിയ മാറ്റം പറ്റി കൊടുക്കാണ്ട്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ ഓടിക്കണേ 80,000. സിംഗിൾ ഓണർഷിപ്പ് ആണ്? സെക്കൻഡ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നല്ല വണ്ടിയാണോ? നല്ല വണ്ടി. ഓക്കെ. അടുത്തത് 2019 ആണോ 20 ആണോ? അത് 19-20 രജിസ്റ്റർ ഉള്ള വണ്ടിയാണ്. ഓക്കെ. ഫേസ് ലിഫ്റ്റഡ് ആണ്. ഗ്രില്ല് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അലേവില് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. 19-20 എന്ന് പറയുന്നേരം എയർ ബാഗ് വരൂലേ? എയർ ബാഗ് വരും. LXI ആണോ VXI ആണോ? VX6 ആണ് വരിക. VX6 ആണ്. പക്ഷേ 2019 നിയമപ്രകാരം എയർ ബാഗ് വരുന്നുണ്ട്. ഒരു എയർ ബാഗ് ഉള്ളത്. അപ്പം LXI ഉള്ളത് LXI. AC പോർഷൻ, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ്, അതിന്റെ കൂടെ തന്നെ എയർ ബാഗും വരുന്നുണ്ടാവും. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഓടിക്കണ 50,000 കിലോമീറ്റർ. 50,000 ഓക്കെ. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ്മെന്റ്. റേറ്റ് എത്രയാ? 3.25. 3.25. 3 ലക്ഷം റുപ്യ അടുത്ത് നമുക്ക് ലോൺ ചെയ്യാം ബാങ്കിലാണ്. ഓക്കെ. ഹോണ്ട ജാസ് അല്ല, ഹോണ്ട ബ്രയോ വീഡിയോ മോഡൽ ഏതാ? 2014-15 രജിസ്റ്റർ ഉള്ള വണ്ടിയാണ്. വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഹോണ്ടന്റെ 1.2 ലിറ്റർ എഞ്ചിനാണ്. 13-15 ഒക്കെ മൈലേജ് കിട്ടുന്നുണ്ടാവും. 75 1 ലക്ഷം വലിയൊരു കിലോമീറ്റർ ഒന്നും അല്ല വണ്ടിനെ സംബന്ധിച്ചിടത്തോളം. വേരിയന്റ് ഏതാ വരുന്നത്? V ആണോ S ആണോ? VX ആണ്. VX എന്നുള്ളത് അന്ന് ഇറങ്ങിയിട്ടുള്ള ഫുൾ ഓപ്ഷൻ അല്ല? ഏറ്റവും ഫുള്ളോട് വണ്ടിയാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. എയർ ബാഗ് വരുന്നുണ്ടും അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC വരുന്നില്ലെന്നേ ഉള്ളൂ. എല്ലാ വീൽസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് ശരിക്കും നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ച വണ്ടി നമ്മളെ ടീമിന്, കണ്ണൂരിലുള്ള ടീമിനെ ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് തന്നെ ലോണിന് കൊടുത്ത് ലാസ്റ്റ് പ്രശ്നത്തിൽ പൊട്ടി. ചെറിയ വാല്യൂഷനിൽ പൊട്ടി. ഓക്കെ. നമുക്ക് വേറെ ഇവർക്ക് വേണ്ടി പെൻഡിങ്ങിനിടും. നമുക്ക് കൂടുതൽ വണ്ടികളും അങ്ങനെ തന്നെ വരില്ല. ടോക്കൺ കഴിഞ്ഞാൽ പിന്നെ അവിടെ പെൻഡിങ്ങിനിടും. ഇപ്പോൾ റേറ്റ് എത്രയായിരുന്നു നമ്മൾ പറയുന്നത്? ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന 3.35. 3.35 2014-15 ഹോണ്ട ജാസ് ആണ്. അല്ല, ഹോണ്ട ബ്രയോ ആണ്. എന്തായാലും 3 റുപ്യ അടുത്ത് നമുക്ക് ലോൺ ചെയ്യാം. ഓക്കെ. മാരുതിയുടെ റിയൽ SUV ഡീറ്റെയിൽ എങ്ങനെയാ? ഇത് 2019 VX പ്ലസ് ആണ്. VXI പ്ലസ്. VXI പ്ലസ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. 2 എയർ ബാഗ്, 70,000 ഓടിക്കണം. ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഓക്കെ. 2 എയർ ബാഗ് വരുന്നുണ്ടാവും. ഫ്രണ്ട് 2 പവർ വിൻഡോസ് വരുന്നുണ്ടാവും. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടാവും. പിന്നെ എത്രയ്ക്കായിരിക്കും ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ AC പോർഷൻ, 4 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും. ടയേഴ്സ് അത്യാവശ്യം